പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഡെസിമൽ ഫോംസിന്റെ ആ പാഠം തുടങ്ങാണ്. അതിൻ്റെ ഒരു പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇന്നലെ ഞാൻ കാണിച്ചു തന്നു. ഇന്ന് നിങ്ങൾ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. ഭിന്നസംഖ്യയുടെ വേറെ രൂപമാണ് ഡെസിമൽ ഫോം, ദശാംശ രൂപങ്ങൾ, ദശാംശ സംഖ്യകൾ. അപ്പം 6ാം ക്ലാസ്സിൽ പുതുതായി പഠിക്കുന്ന ഒരു ഭാഗമാണ് ദശാംശ സംഖ്യകൾ. നിങ്ങൾ പിന്നെ 10ലും അതിൻ്റെ ഉയർന്ന തലത്തിലൊക്കെ മാത്സ് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ദശാംശ സംഖ്യകൾ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഫസ്റ്റ് നിങ്ങളെ പാഠത്തിൽ മെഷറിങ് ലെങ്ത്താണ്, നീളം അളക്കലാണ്. അപ്പോൾ ഒരു സ്കെയില് തന്നു. ഒരു സ്കെയില് തന്നിട്ട് പിന്നെ അളക്കുമ്പോൾ ഒരു പെൻസിൽ അളക്കണ കാണിക്കണത്. ആ ഒരു പെൻസിൽ അളക്കുമ്പോൾ 6 സെൻറ്റിമീറ്റർ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ 10 മില്ലിമീറ്ററാണ്. 10 ചെറിയ വരകൾ നിങ്ങൾക്ക് സ്കെയിലുകൾ കാണാം. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ഉണ്ട്. പിന്നെ ആ ചെറിയ വര 7 സ്കെയിൽ അളക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാൻ നിൽക്കുക. പെൻസിലാണ് വെച്ചത്, 7 ആ പെൻസിലിൻ്റെ കൂർപ്പ് നിൽക്കുന്നത്. അപ്പം 6 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററും ഉണ്ട്. അപ്പം ഇതിനെ നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് എഴുതണം, പിന്നെ ദശാംശ രൂപത്തിലേക്ക് എഴുതണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും. അപ്പോൾ എത്ര മില്ലിമീറ്റർ ആണ് ഒരു സെൻറ്റിമീറ്റർ? നമ്മൾ ഇന്നലെ പഠിച്ചു 10 മില്ലിമീറ്റർ ആണ് ഒരു സെൻറ്റിമീറ്റർ. അപ്പോൾ മില്ലിമീറ്ററും സെൻറ്റിമീറ്ററും എഴുതുമ്പോൾ ബൈ 10ലാണ് എഴുതുക. കാരണം 10 സെൻറ്റിമീറ്റർ ആണ്, 10 മില്ലിമീറ്റർ ആണ് ഒരു സെൻറ്റിമീറ്റർ. അഥവാ 1 മില്ലിമീറ്റർ സമം 1/10 സെൻറ്റിമീറ്ററാണ്. 1/10 സെൻറ്റിമീറ്റർ. 10ൽ 1 ഭാഗം, 10ൽ 1 സെൻറ്റിമീറ്റർ. 10ൽ 10 ആകുമ്പോഴാണ് 1 സെൻറ്റിമീറ്റർ ഫുള്ളാണ്. 10ൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്ററാണ്. അതിന് നമ്മൾ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാറുങ്ങൾ? ഇവിടെ ഒരു സംഖ്യ ഇല്ലെങ്കിൽ 0 കിട്ടും. പോയിന്റ് മാത്രം തുടങ്ങൂല. ഒരു ദശാംശ സംഖ്യകൾ പോയിന്റ് മാത്രം തുടങ്ങൂല. ഡെസിമൽ നമ്പേഴ്സ് പോയിന്റിൽ തുടങ്ങൂല. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ലെങ്കിൽ 0 കൊടുക്കണം. ഒരു സംഖ്യ ഇല്ലെങ്കിൽ 0 കൊടുക്കണം. അപ്പോൾ 0 പോയിന്റ് എന്നാ പറയാം. 0.1 സെൻറ്റിമീറ്ററാണ്. 0.1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാലും 1/10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാലും 1 മില്ലിമീറ്റർ പറഞ്ഞാലൊക്കെ ഈക്വലാണ്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10ൽ 1 സെൻറ്റിമീറ്റർ. അത് നമ്മൾ ദശാംശ രൂപത്തിലാക്കുമ്പം 0.1. അതായത് ഒരു പൂജ്യത്തിന് ഇവിടെ ഒരു സംഖ്യ വേണം. 10ൽ ഇപ്പോൾ ഒരു പൂജ്യമുണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ. അത് നിങ്ങൾ കൂടുതൽ കുറച്ചുകൂടി ഇങ്ങനെ കഴിയുമ്പോൾ പോയിന്റിന്റെ പാഠം കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇനി അടുത്ത നോക്കുക. അപ്പൊ നമ്മൾ 6 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതണം. 6 മുഴുവനാണ്. പിന്നെ 7 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 7 മില്ലിമീറ്ററും സെന്റിമീറ്ററും എത്രയിലാണ്? ഓർമ്മിക്കണം, മില്ലിമീറ്റർ. 10 മില്ലിമീറ്റർ 1 സെന്റിമീറ്റർ. 10 മില്ലിമീറ്റർ ആണ് ഒരു സെന്റിമീറ്റർ. അപ്പൊ 6/7/10 സമനിനെ ദശാംശ രൂപത്തിലേക്ക്, ഡെസിമൽ ഫോമിലേക്ക് എഴുതണം. ഇത് ഭിന്നസംഖ്യ ഫ്രാക്ഷൻ ഫോമാണ്. ഇനി ഡെസിമൽ ഫോമിലേക്ക് എഴുതണം. അപ്പം 6 പോയിന്റ്, ഇവിടെ 10ൽ ഒരു പൂജ്യമല്ലോ, അപ്പൊ 0.7 ഒരു സംഖ്യ മതി. അങ്ങനെ നോക്കലുണ്ട്, കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ 6.7 ഇവിടെ സെന്റിമീറ്റർ ആട്ടോ. നമ്മള് പിന്നെ സെന്റിമീറ്ററും മില്ലിമീറ്ററിന് സെന്റിമീറ്ററിലേക്കാണ് മാറ്റുന്നത്. സെന്റിമീറ്ററും മില്ലിമീറ്ററും ആകുമ്പോൾ സെന്റിമീറ്ററിലേക്ക് മാറ്റും. അടുത്ത് മില്ലിമീറ്ററും സെന്റിമീറ്ററും, മീറ്ററും സെന്റിമീറ്ററും ആണെങ്കിൽ മീറ്ററിലേക്കാണ് മാറ്റുക, ഏറ്റവും വലുതിലേക്കാണ് മാറ്റുക. അപ്പൊ 6/7/10 സെന്റിമീറ്റർ, 6.7 6.7 സെന്റിമീറ്റർ. ഇനി അടുത്ത് വേറെ കണക്ക് നോക്കള്. 7 സെന്റിമീറ്റർ 9 മില്ലിമീറ്റർ. ഇതേപോലെ 7 9/10. ഇവിടെ സെന്റിമീറ്ററും മില്ലിമീറ്ററും ആണ്. ഇനി 7.9 cm ആണ്. cm സെന്റിമീറ്റർ. അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത പോയിന്റ് സെന്റിമീറ്ററും മീറ്ററും ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ. അപ്പം 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ. 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ. അപ്പം 1/100 ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/100 ആണ്.
അത് നമ്മൾ ഭിന്നസംഖ്യാ ഫോമിലേക്ക് എഴുതുമ്പോൾ നോക്കിയാൽ 0 പോയിന്റ് ഇവിടെ 2 പൂജ്യം ഉണ്ട്. 2 പൂജ്യം ഉണ്ടെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം തന്നെ വേണം. അപ്പം ഒരു സ്ഥാനം ഇല്ലാത്തതിന് നമ്മൾ പൂജ്യം എടുക്കണം. 0.01 സംഗതി എന്താ പറയുക, ഒന്നിനെ നമ്മൾ ഈ ഹരണത്തിൽ മനസ്സിലാവും. ഒന്നിനെ 100 കൊണ്ട് ഹരിക്കുക. ഈ പോയിന്റ് ഇട്ട് ഹരിക്കണ ആ ഭാഗം വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്നിനെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്നിൽ എത്ര 100 പോവില്ല, പോയിന്റ് ഇടണം. പോയിന്റ് ഇടുമ്പോൾ ഇവിടെ പൂജ്യം ഇടുക. ആ 10ൽ എത്ര 100 ഉണ്ട്, 10ൽ 100 പോവില്ല. അപ്പൊ നമ്മൾ ഒരു പൂജ്യം ഇവിടെ ഇടുക, അപ്പൊ ഇവിടെ ഒരു പൂജ്യം ഇടുക. അപ്പൊ 100ൽ എത്ര 100 ഉണ്ട്, 1 ഒരു 100 100. അപ്പൊ ആൻസർ എന്താ പറഞ്ഞത്, 0.01. അതാണ് ഇവിടെ 0.01 0.01 മീറ്റർ. ഇനി അതിനോടനുബന്ധിച്ചുള്ള ചില കണക്ക് നോക്കുക. 13 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക, 13/100 മീറ്റർ സമം 0. ഇവിടെ 100ന് 2 സംഖ്യകളിൽ ഇവിടെ 13 2 സംഖ്യ ഉണ്ട്, പൂജ്യം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 0.13 കണ്ടില്ലേ. അടുത്ത നോക്കള്, 1 മീറ്റർ 13 സെന്റിമീറ്റർ എങ്ങനെ എഴുതും, 1/13/100. മീറ്ററും സെന്റിമീറ്ററും 100ലാണ്. അപ്പം ബൈ 100 ആണ് എഴുതേണ്ടത്. അപ്പം 1.13 മീറ്റർ. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പോയിന്റ് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് 13 എന്ന് വായിക്കാൻ പാടില്ല. 1.13 1.13 പോയിന്റ് കഴിഞ്ഞുള്ള സംഖ്യകൾ ഓരോന്നായിട്ടേ വായിക്കാൻ പാടുള്ളൂ. 13 അല്ലെങ്കിൽ 135 135 അങ്ങനെയൊന്നും വായിക്കാൻ പാടില്ല. അതിന് പകരം 135 124 അങ്ങനെ വായിക്കാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കാം. ഇനി അടുത്ത വേറെ കണക്ക്. ഇനി മില്ലിമീറ്റർ മീറ്റർ ഇത് ഞാൻ കാണിച്ചെന്നു. എത്ര 1000 മില്ലിമീറ്റർ ആണ് 1 മീറ്റർ. എന്താ കാരണം, 10 മില്ലിമീറ്റർ 1 സെന്റിമീറ്റർ. അങ്ങനത്തെ 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പൊ 10 100 1000 10 100 1000 മില്ലിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പൊ 1 മില്ലിമീറ്ററിനെ പറയുമ്പോൾ 1/1000 കൊടുക്കണം. 1/1000 കൊടുക്കണം. 1/1000. കാരണം മീറ്ററിലേക്ക് മാറ്റുമ്പോട്ടോ ഇത് സെന്റിമീറ്ററിലാണ് 10 ആണ്, സെന്റിമീറ്ററിലാണെങ്കിൽ 1/10 ആണ്. പക്ഷെ ഇവിടെ മില്ലിമീറ്ററിന് നമ്മൾ എങ്ങോട്ടാ മാറ്റുന്നത്, നേരെ സെന്റിമീറ്റർ അല്ലാതെ മീറ്ററിലേക്കാ മാറ്റുന്നത്. അപ്പൊ 10 100 1000 വരും, 1/100 വരും. അപ്പം 1/1000 വരും. അപ്പൊ 1000ൽ 3 പൂജ്യം ഉണ്ട്, ഇവിടെ 3 സ്ഥാനം വേണം. അപ്പൊ 2 സ്ഥാനത്തിന് നമ്മൾ പൂജ്യം ഇങ്ങനെ ഹരിക്കുമ്പോൾ 0.01 കിട്ടും. അപ്പൊ 10ൽ 1000ൽ 1,1000 പോല. അപ്പൊ പോയിന്റ് ഇട്ടു പൂജ്യം ഇട്ടു, അപ്പൊ 100 10ആയി. പിന്നെ അതിൽ പോല, അപ്പം പോയിന്റ് ഇട്ടു പൂജ്യം ഇട്ടു, അല്ല അപ്പൊ പൂജ്യം ഇട്ടു, അപ്പൊ 100ആയി. പിന്നെ അതിലും പോല, അപ്പം വീണ്ടും പൂജ്യം ഇട്ടു, അപ്പൊ 1000 ആയി. ഇങ്ങനെ പോവും. അപ്പം പിന്നെ ഇത് വെച്ചിട്ട് നമ്മൾ കണക്ക് ചെയ്ത് നോക്കാം. 1 മീറ്റർ 120 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ എന്നുള്ള കണക്ക്. ഇവിടെ 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. 12 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര, 120 മില്ലിമീറ്ററാണ്. 12 സെന്റിമീറ്റർ 120 മില്ലിമീറ്ററാണ്. പിന്നെ 4 മില്ലിമീറ്റർ ഉണ്ട്. അപ്പൊ ആകെ എത്ര മില്ലിമീറ്റർ വരും, 124 വരും. അപ്പൊ 1 വരും 124 വരും. അപ്പൊ മില്ലിമീറ്ററും മീറ്ററും ആകുമ്പോ എത്രയിലാണ് എടുക്കേണ്ട, 1000ലാണ്. അപ്പം 124 അല്ലെ, 124/1000 സമം ഇത്ര മീറ്റർ ആണ് കേട്ടോ. മീറ്റർ സമം 1. ഇവിടെ 1000ൽ 3 പൂജ്യമുള്ള, ഇവിടെ 3 സ്ഥാനം ഉണ്ട്, 1 2 4 ഉണ്ട്. 1.124 മീറ്റർ. 1.1 മീറ്റർ നേരെ എഴുതണേ, മുകളിൽ ഇവിടെ സ്ഥലം വെച്ചിട്ട് മുകളിൽ എഴുതാം. 1.124 മീറ്റർ. അപ്പൊ ഇങ്ങനെ തന്നെ എഴുതണം. ഇനി അടുത്ത് വേറെ 5 മീറ്റർ 32 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ. ഇതേപോലെ എങ്ങനെ 5 32നെ സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആകുമ്പോൾ 320 ആവും. 320 4 324/1000 അല്ലേ. അപ്പം 5 പോയിന്റ് ഇത്ര മീറ്റർ ആണ്, 5.324 മീറ്റർ. ഇങ്ങനെ മാറി. ഇനി ഗ്രാമും മില്ലിഗ്രാമും അതും ഇന്നലെ നാം പഠിച്ചു. 1000
മില്ലിഗ്രാം ആണ് ഒരു ഗ്രാം. 1000 മില്ലിഗ്രാം ആണ് ഒരു ഗ്രാം. അങ്ങനത്തെ 1000 ഗ്രാം ആണ് ഒരു കിലോഗ്രാം. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം മില്ലിഗ്രാമാണ്. ഒന്നും 6 സീറോസും വേണം, 6 പൂജ്യവും വേണം. അപ്പൊ ഇവിടെ ഗ്രാമും മില്ലിഗ്രാം നമ്മൾ 1000-ൽ എഴുതിയാൽ മതി. കിലോഗ്രാമും മില്ലിഗ്രാമും ആണെങ്കിൽ 10 ലക്ഷത്തിൽ എഴുതാം. അതാ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഗ്രാമും മില്ലിഗ്രാം. അപ്പൊ 4,250/1000 അത്ര ഗ്രാം. അപ്പൊ എന്തെങ്കിലും 280 എന്നുള്ള 3 പൂജ്യം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് 4.250. പിന്നെ പോയിന്റിൽ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് 0 ആണെങ്കിൽ ഇനി വാല്യൂ ഇല്ല. പക്ഷെ ഇപ്പുറത്തൊക്കെ 0 ആണ് എഴുതണം. പക്ഷെ ലാസ്റ്റ് ഉള്ള 0ക്ക് വാല്യൂ ഇല്ല. 4.25 എന്ന് പറഞ്ഞാലും മതി. ഇത്ര ഗ്രാമാണ്. അടുത്ത നമ്മൾ 725 മില്ലി ലിറ്റർ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1000 ആണ്. 1000 മില്ലി ലിറ്ററിലാണ് ഒരു ലിറ്റർ. അപ്പൊ 725 നമ്മൾ എഴുതുമ്പോൾ 725/1000. അപ്പൊ എന്ത് ചെയ്യും? 0 ഇവിടെ ഇല്ലാത്തത് കൊണ്ട് 0.725. 3 സ്ഥാനുണ്ട്. 1000 3 പൂജ്യമാണ്. 3 സ്ഥാനുണ്ട്. 725. ഇതേപോലെ ഉള്ള വർക്കുകളാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത്. ഏറ്റവും പോയിന്റിന്റെ ആദ്യ ഭാഗം അത് 82ാമത്തെ പേജിലുള്ള ആ വർക്കുകൾ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് അയച്ചു തരാം.